ഹലോ ഗായ്സ്, രാവിലെ ഇത്തിരി മലക്കറി കൃഷി ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് വിത്ത് ഓൺലൈനായിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നേ. ഹരിത ബയോ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കുമ്പനാട് PO പനംകുഴി എറണാകുളമാണ് കേട്ടോ. അവിടുന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇവരുടെ ഇത് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ കൊടുത്തത് കേട്ടോ. അങ്ങനെ എനിക്ക് വിത്തുകൾ വന്നിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൽ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എൻ്റെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ. പേര് സിന്ധു എന്നാണ്. ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ഇണങ്ങും പിണങ്ങും, പിണങ്ങുന്നത് പോലെ തന്നെ ഇണങ്ങും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ പിണങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ, അങ്ങനത്തെ കാര്യം. അപ്പോൾ അവൾക്ക് എവിടുന്നോ കിട്ടിയതാണ് ഈ വിത്തുകൾ. ഇത് മുളകുണ്ട്, പിന്നെ പാവയ്ക്ക, കത്തിരിക്ക, പയർ, തക്കാളി, മല്ലിയില, വെണ്ട, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ തടം എടുത്തിട്ട് ആ ചീരയുടെ വിത്ത് ഇവിടെ ഇങ്ങനെ പാകിയിട്ടുണ്ട്. കിളിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഭാഗം കൂടി തടം എടുത്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും മുളകോ അങ്ങനെ എന്തെങ്കിലും നട്ടു വയ്ക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒരു മോനും ഒരു മോളും ഉണ്ടല്ലോ ഇവിടെ, വികൃതി കുട്ടന്മാർ. അപ്പോൾ മോനതാ അവിടെ കിടക്കുന്നുണ്ടോ, ഇതാ. അപ്പം മോന് അത്ര വലിയ ശല്യമൊന്നും ഇല്ല കേട്ടോ. മോക്കാണ് ഭയങ്കര ശല്യം, ഈ മണ്ണ് മാന്തലും പരിപാടിയൊക്കെ. അവളെ അങ്ങോട്ട് ഇറക്കി ഇട്ടാൽ മതി, JCBക്ക് പകരം അവളെല്ലാം ചെയ്തു തരും. അങ്ങനെ കുരുത്തം കെട്ടിയ ഒരു പെണ്ണാണേ. അപ്പം അവളുടെ ശല്യം കൊണ്ട് നമുക്ക് ഇതൊക്കെ എത്രത്തോളം നമുക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇത് ഞാൻ കോവൽ നട്ട് വെച്ചേക്കുന്നത്, അത് പടരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കായൊക്കെ ആയിക്കഴിയുമ്പം കാണിച്ചു തരാം. ഒരുപാടുണ്ടെങ്കിൽ വേണ്ടിയവർക്ക്, നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വേണ്ടിയവർക്ക് തരികയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കാച്ചിലാണ് കേട്ടോ. കാച്ചിൽ മുള വന്നിരിപ്പുണ്ട്. ഒരു മൂടേ ഉള്ളൂ. അത് ഞാനൊരു കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കവിടെ കുഴിച്ച് വയ്ക്കാം. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇച്ചിരി ചാരമൊക്കെ ഇട്ടിട്ടേ, ചാരമുണ്ട് കേട്ടോ. ഞാൻ അടുപ്പും കത്തിക്കാറുണ്ടല്ലോ, അപ്പം ചാരമുണ്ട്. ഇതാ ചാക്കിൻ്റെ അകത്ത് ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ, അപ്പോൾ ഈ ചാരം കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ നമുക്കവിടെ കുഴിച്ച് വയ്ക്കാം. ഇത്തിരിയെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ അല്ലേ. ഇങ്ങനെ ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കരിയിലയൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. എല്ലാം കിട്ടുമെന്നോ എനിക്കറിയില്ല. എന്നാലും എന്തുണ്ട്, ഇത് വേരൊക്കെ വരണുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിങ്ങനെ കുഴിച്ച് വെച്ച് നോക്കാം. കിളുക്കുകയാണെങ്കിലേ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കൊതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര കൊതിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ കൊതി മാറാൻ വേണ്ടിയിട്ട് ഇത്തിരി നമ്മുടെയൊക്കെ ഉണ്ടെന്ന് വരി സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ വിഷമൊന്നും ഇല്ലല്ലോ എന്നേ. അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ലേശം വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറമ്പിൽ പണിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതാ മോൻ അവിടെ ഏതാണ്ടൊക്കെ ഇതാ വില്ലത്തി വന്നു കേട്ടോ. വില്ലത്തിയാണ്, ഭയങ്കര വില്ലത്തിയാണ്. എന്തൊരു സാധനം ഉണ്ടെങ്കിലും നശിപ്പിച്ച് കളയും. അവളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല. അതാണ്, എനിക്ക് ജോലിക്കും പോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇച്ചിരി ജോലികൾ ചെയ്തിട്ടേ അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇച്ചിരി 2-3 ദിവസം മഴ ഇന്നലെ നല്ല ഭയങ്കര എമണ്ടം മഴയായിരുന്നേ. അപ്പോൾ മഴയുള്ളത് കൊണ്ട് നമുക്ക് മണ്ണൊക്കെ ഇളകി കിടക്കുകയാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കൃഷിയൊക്കെ ചെയ്ത് വയ്ക്കാൻ എനിക്കിങ്ങനെ ചെറിയൊരു തൂമ്പയുണ്ട് കേട്ടോ. മണ്ണ് വെട്ടി
അപ്പോൾ ഇങ്ങനെ മണ്ണ് ഇളക്കി ഇട്ടേ അതെവിടെ ഒരു കോവലിൻ്റെ തണ്ടൂടെ വെച്ചായിരുന്നു, അത് പക്ഷേ കിളിച്ചില്ല കേട്ടോ, അതില്ലാണ്ടായി പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും അത്യാവശ്യത്തിന് ഇതെവിടെ ഒരെണ്ണം കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം കടയിൽ നിന്ന് വാങ്ങുന്നതെല്ലാം വിഷമല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത്തിരി മണ്ണൊക്കെ ഉണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇത് മുള്ളെന്ന് നമ്മൾ പറയും. ഇങ്ങനെ മണ്ണിളക്കിയിട്ടേ ഈ മുള്ളൻ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിലേ ആ പുല്ലൊക്കെ ഇങ്ങനെ ഇതിൽ തന്നെ ഇങ്ങനെ ഉടക്കി വന്നോളൂ. കണ്ട, എന്നിട്ട് അതിനെ ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി, നമുക്ക് എളുപ്പമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം നാളെ സൺഡേ ആണ്, നാളെ പോണ്ട. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമല്ലോ നാളെ ഇവിടെ നിന്നിട്ട്. എനിക്കാണെങ്കിൽ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെ കുറച്ച് കല ഇരിപ്പുണ്ട് കേട്ടോ, ആ കലത്തിൻ്റെ മൂട് വെട്ടിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തും എന്തെങ്കിലുമൊക്കെ നടാം. പെണ്ണ് അതിനകത്തോട്ട് കയറി നാശം കാണിക്കാതെ ഒരു തടയായിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും. പിന്നെ കുറച്ച് കാന്താരി കിട്ടിയായിരുന്നു കേട്ടോ, അതിനെ ഞാൻ ഉണങ്ങി വെച്ചു. പക്ഷേ മഴ പെയ്തപ്പോഴത്തേനേ അതിൻ്റെ ഈർപ്പം തട്ടിയിട്ടുണ്ട് അതിലെ. അപ്പം നമുക്കത് വെയിലുണ്ടല്ലോ, ഇത്തിരി വെയിലൊന്ന് കാണിച്ചാൽ അത് ഒന്ന് ഇതായി കിട്ടുമല്ലോ, ചീത്തയാക്കി കളയുന്നതിന്. മുറ്റത്ത് നല്ല വെയിലുണ്ടേ, അപ്പം അങ്ങോട്ട് നമുക്ക് വെച്ച് നോക്കാം. പക്ഷെ ഉദിക്കുന്ന വെയിലിന് നല്ല ചൂടാണ് കേട്ടോ. മാറുമോളെ, പെണ്ണവിടെ ഇരിക്കുകയാണ്, ശല്യം കാണിക്കുമായിരിക്കും. ലക്കി ബേബി നിൽക്കുന്നു. നമ്മളിവിടെയൊക്കെ കഴിഞ്ഞ ദിവസം കുറച്ച് ചേമ്പൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചേമ്പ് നടയും കൂടി ഉണ്ട് നടാൻ വേണ്ടിയിട്ട്. ഇത്രേ അതിന് നാളെ മറ്റോ സമയം, ഇന്നിപ്പോൾ ഇല്ല സമയം. നമുക്ക് കുറച്ച് കട്ട എടുത്തിട്ട് അതിന് തടയായിട്ട് അവിടോട്ട് എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഈ പെണ്ണിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, ഈ പെണ്ണ് മഹാനാശം പിടിച്ചതാണ്. ചെറിയ കട്ടകളുണ്ട്, അപ്പോൾ ഈ കട്ടകളൊക്കെ പുറത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ തള്ളി നിൽപ്പുണ്ട്, ഇഴിഞ്ഞു പോകുമോ എന്തോ, ഇല്ലായിരിക്കും അല്ലേ. ഇവിടെ ഇച്ചിരി വിണ്ട് നിൽക്കുകയാണ്. പാവലും